back to my channel. Welcome back to my another video. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു കുട്ടി ലൈഫ് അപ്ഡേറ്റ് വീഡിയോ ആണ്. ഒത്ര വലിയ സംഭവങ്ങളായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ഒരു കുട്ടി ലൈഫ് അപ്ഡേറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം അതിന്റെ ഒരു കുട്ടി ഒരു ഈവനിങ് വ്ലോഗ് പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ അത്രേ ഉള്ളൂ. വേറെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുഞ്ഞ് ലൈഫ് അപ്ഡേറ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. പിന്നെന്താണ്, ആദ്യം തന്നെ ഞാൻ എന്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഞാൻ അധികം പറഞ്ഞിട്ടില്ല. ലൈഫ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. എന്നാലും ഞാൻ ലൈവിൽ ഫസ്റ്റ് വന്ന ടൈമിൽ ഞാൻ ആ ലൈവിൽ പറഞ്ഞിട്ട് അധികം പേരൊന്നും ആ ലൈവിൽ ഉണ്ടായിട്ടില്ല, വളരെ കുറച്ച് പേര് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ആ ലൈവിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല ലൈവ്. പക്ഷെ ആ ലൈവിൽ വന്ന ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കണ്ടവർക്ക് എന്തായാലും അറിയാൻ പറ്റും. അപ്പൊ അല്ലാതെ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരിലേക്കൊക്കെ എത്താൻ വേണ്ടിട്ട് ഒരു കുഞ്ഞ് ലൈഫ് അപ്ഡേറ്റ് വീഡിയോ ആണ്. എന്റെ പേര് അഖില എന്നാണ്. പിന്നെന്താണ്, ഞാൻ പഠിച്ചത് വന്നിട്ട് ബിടെക് ആണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ അതാണല്ലോ. അപ്പൊ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ വർക്ക് ചെയ്യുവാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എവിടെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ്, എപ്പോഴും പോകണ്ട. വീക്ക്ലി ചോയ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ മന്ത്ലി ചോയ്സ് ഒക്കെ എനിക്ക് പോയാൽ മതി. എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ വരും പോയാൽ മതി. പിന്നെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിവതും ഓൺലൈൻ മീറ്റിംഗ് തന്നെയാണ് വരുന്നത്. അല്ലാതെ ചിലപ്പോൾ കമ്പനി വൈസ് പോയി നമ്മൾ ഓഫ്ലൈനായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അല്ലാതെ പോകേണ്ട കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ ഓഫീസിലോട്ട് പോകാറുണ്ട്. അല്ലാത്ത ടൈമിൽ ഫുൾ ഞാൻ വീട്ടിൽ തന്നെയാണ്. അതാണ് നമ്മുടെ വീടിന്റെ ബാക്ക്ഗ്രൗണ്ട്. എന്റെ റൂമാണിത്. എന്റെ റൂമിൽ ഞാൻ വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അത് തന്നെ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ആക്കി ഇട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്യുകയാണ്. ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, പോകണ്ട, വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ മതി. വർക്കിംഗ് ടൈം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 9 to 5 o'clock ആണ് എന്റെ വർക്കിംഗ് ടൈം വരുന്നത്. അപ്പം ഇങ്ങനെയപ്പോൾ ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് കൂടുതലും നമ്മൾ ലൈഫിൽ നടക്കുന്ന ഒരു ലൈഫ് അപ്ഡേറ്റ് മീൻസ് ലൈഫ് സ്റ്റൈൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കുന്നു. ട്രാവൽ ചെയ്യുമ്പോഴുള്ള വ്ളോഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്തെങ്കിലും പ്രോഡക്റ്റ് ഞാൻ വാങ്ങുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് അൺബോക്സ് ചെയ്യുന്ന അതിന്റെ റിവ്യൂസ് കാര്യങ്ങൾ ഒക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. പിന്നെ ഓക്കെ, ലൈഫ് അപ്ഡേറ്റ് വീഡിയോയിൽ ഇപ്പൊ പിന്നെ ഇതാണ് പറയുന്നത്. പിന്നെ ഞാൻ എങ്ങനെയാ യൂട്യൂബ് വീഡിയോസ് എടുക്കുന്നത്, എപ്പോഴാണ് എടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ കൂടുതലും എടുക്കുന്നത് നൈറ്റ് ടൈമിലാണ്. അത് കാര്യം നിങ്ങൾ എന്റെ വീഡിയോസ് ശ്രദ്ധിച്ചറിയാം, ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ നിങ്ങളടുത്ത് പറയണം എന്ന് കരുതിയിട്ട് എന്താ ക്യാമറയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന മിക്ക വീഡിയോസും വന്നിട്ട് എന്റെ റൂമിൽ എന്തായിരിക്കും കൂടുതൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അത് ഷൂട്ട് ചെയ്യുന്ന ടൈം വന്നിട്ട് എന്റെ വർക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് 5 o'clock കഴിഞ്ഞ് ഞാൻ റിലാക്സ് ചെയ്ത് ചായയൊക്കെ കുടിച്ച് എല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം TV ഒക്കെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ഫോണൊക്കെ ഇങ്ങനെ നോക്കി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ വീഡിയോ എടുക്കുന്ന ടൈമില് ആ ടൈം എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും 7 മണിക്ക് ശേഷമുള്ള ടൈമിലായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത്. കാര്യം എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കും, ഈ വീഡിയോ പോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കേൾക്കാൻ പറ്റും, ചീവീടിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. ഇവിടെ ഒരു രക്ഷയില്ല ഗൈസ്, ഭയങ്കര ചീവീടാണ്. ചീവീടിന്റെ സൗണ്ട് ഉണ്ട്. കാര്യം നമ്മുടെ വീടിന്റെ ചുറ്റും ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. ഇവിടെ ചൂരൽക്കാട് പോലെ ചൂരൽക്കാടൊക്കെ ഉണ്ട് ഫ്രണ്ടിലായിട്ട്. അപ്പൊ അവിടെയൊക്കെ ആയിട്ട് ഈ ചീവീടും കാര്യങ്ങളൊക്കെ അവിടുത്തെ എന്റെ വാസസ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് പോകത്തില്ലേ, എപ്പോഴും ഈ ചീവീടിന്റെ സൗണ്ട് തന്നെ. ചില സമയത്ത് പകലും ഉണ്ടാവും. ഈ മഴയൊക്കെ ഉള്ള ടൈമൊക്കെ ആണെങ്കിൽ പകലടക്കം ഈ ചീവീടിന്റെ സൗണ്ട് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ചെല്ലും കാര്യങ്ങളൊക്കെ അടച്ചിട്ടായിരിക്കും മാക്സിമം എല്ലാ വീഡിയോസും എടുക്കാറ്. പിന്നെ ഇപ്പൊ തന്നെ ആണെങ്കിൽ ഞാൻ വിയർത്ത് കുളിക്കുന്നുണ്ട്. കാര്യം ഫാൻ ഇടാൻ പറ്റത്തില്ല നമുക്ക്. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ വോയിസ് കാര്യങ്ങൾ ക്ലിയർ ആവത്തില്ല, ഓഡിയോ ക്ലിയർ ആവത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലൈഫ് അപ്ഡേറ്റ് പറയാനായിട്ട് പ്രത്യേകിച്ച് അപ്ഡേറ്റ് ആയിട്ട് പിന്നെ പറയാനായിട്ട് അങ്ങനെ ഇതൊന്നും ഇല്ല. ഇപ്പൊ ഒരു യൂട്യൂബ് ചാനലുണ്ട് നമുക്ക്. ഞാനിത് കുറെ നാളായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് കരുതിയിരുന്നതാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ കുറച്ച് നാളായിട്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തു. അധികം നാളൊന്നും ആയിട്ടില്ല സ്റ്റാർട്ട് ചെയ്തിട്ട്. എന്തായാലും നിങ്ങളുടെ കുറച്ചധികം പേരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. നമ്മുടെ ഫാമിലിയിലോട്ട് പുതുതായിട്ട് വരുന്ന ആൾക്കാരുടെ സപ്പോർട്ടും നമുക്ക് എന്തായാലും വേണം. പിന്നെന്താണ്, പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ലൈഫ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും എന്നെ കുറിച്ച് അറിയണം അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും ചോദിക്കണം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴത്ത് വന്നിട്ട് ജസ്റ്റ് കമന്റ് ചെയ്തോ.
അത് നമുക്ക് വേറൊരു വീഡിയോ കാര്യങ്ങളായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ പോലെ നമുക്ക് ചെയ്യാം, ഒരു Q&A പോലെ ചെയ്യാം. പിന്നെ നമ്മുടെ അടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഒന്നും കിട്ടത്തില്ല പറയാനായിട്ട്. ഇങ്ങനെ ആലോചിക്കും. അതിന് മുന്നേ നമ്മൾ കുറെ കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ നിങ്ങളുടെ സംസാരിക്കണം എന്നൊക്കെ പറയാൻ നമ്മുടെ മനസ്സിലുണ്ടോ അല്ലാതിരിക്കുന്ന ടൈമില്. പക്ഷെ ഈ ഫോൺ അങ്ങ് എടുത്ത് വെച്ച് ഇങ്ങനെ നിന്ന് കഴിയുമ്പം ഫുൾ ബ്ലാങ്ക് ആവും. എന്താ നിങ്ങളുടെ സംസാരിക്കേണ്ടേ എന്നുള്ള ഇതില്. ഇപ്പൊ ഞാൻ എങ്ങനെയാണ് നോർമൽ സംസാരിക്കുന്നത് ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും അല്ലെങ്കിൽ എന്റെ കസിൻസിന്റെ അടുത്തും അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ്സിന്റെ അടുത്തും ഒക്കെ സംസാരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനിപ്പോ നിങ്ങളുടെ അടുത്തേക്കും സംസാരിക്കുന്നത്. അല്ലാതെ ഇതില് ഇന്നത് പറയണം എന്ന് വെച്ചിട്ടൊന്നും പറയുന്നില്ല. എനിക്ക് എന്താണോ ഇപ്പൊ തോന്നുന്നത് അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റും കുറ്റങ്ങളൊക്കെ കാണും. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്ത് വിട്ടേക്കാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് താഴെ കമന്റ് ചെയ്തോ. ഒരു Q&A പോലെ നമുക്ക് എന്തായാലും ചെയ്യാം. പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യുന്ന ടൈമില് ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ, എനിക്ക് തോന്നുന്നില്ല മിക്കവാറും ഇതിന്റെ താഴെ കമന്റ് ഒന്നും വരുമെന്ന്. എന്തായാലും കമന്റ് ആരെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. നമ്മുടെ ചാനലിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞൊരു Q&A കമ്മ്യൂണിറ്റിയിലൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ എന്നെ ഫസ്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്, സോന എന്ന് പറഞ്ഞൊരു കുട്ടി. അപ്പം ശരിക്കും പറഞ്ഞ ആൾ എന്റെ ഏജ് ആണോ അല്ലെങ്കിൽ എന്റെ സിസ്റ്ററിന്റെ എന്നൊക്കെ താഴത്തുള്ള ആളാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഈ സെയിം ഏജ് ആണോ എന്നും എനിക്കറിയത്തില്ല. എന്തായാലും സോന എന്ന് പറയുന്ന ആള് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ആദ്യം ടൈമില് വന്ന ടൈമിലൊക്കെ കമന്റ് ഇട്ടാണെങ്കിലും ചേച്ചി സോന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻസ്പിറേഷൻ, ചേച്ചിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെയുള്ള റിപ്ലൈ ആയിട്ട് ഒരു Q&A പോലെ ചെയ്യാന്നുള്ള പ്ലാനാണ് എന്റേത്. ഞാൻ ലൈവിൽ വന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സോന എനിക്ക് തോന്നുന്നു സോന ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ആ ടൈമില്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങളുടെ ജസ്റ്റ് പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കാം, ആരാ ചോദിച്ചതെന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.